പണ്ടു പരിചാരനായോരജന്റെ മകളായി ഉണ്ടായി പോലൊരു മുക്കാൻ ജാതിയിൽ കന്യ. ഉർവശി മേനക എന്ന അപ്സര സ്ത്രീവർഗങ്ങളും സർവരും അവളെ കണ്ടാൽ നാണിച്ചൊളിക്കും. കാളി എന്നു പേരുമിട്ടു വളർത്തി മുക്കോനവളെ കാളിന്തിയിൽ വഞ്ചികട തിടുവാനായി. മത്സ്യഗന്ധം അവൾക്കേറ്റമുള്ളതു കാരണം കൊണ്ട് മത്സ്യഗന്ധി എന്ന പേരും പ്രസിദ്ധമായി. ഓളവും ഒഴുക്കുമുള്ള കാളിന്തിയെ കടത്തുവാൻ കാളിയാമവൾക്കുമൊട്ടും പേടിയുമില്ല. അങ്ങിനെ വാഴുന്ന കാലം മാമുനി പരാശരനും അങ്ങെഴുന്നള്ളിനാൻ വഴിപോക്കനായിട്ട്. പേടമാൻമിഴിയാളെ മിന്നൽ കൊടി പോലെ കണ്ട നേരം കാടിക്കാരനയ്യോ തല കുലുക്കിപ്പോയി. ആരാണിന്നീ കടവിൽ തോണി കടത്തുന്നതെന്നും പാരാതെ കേട്ടവൾ ചെന്നാനടിയനാണേ. വെള്ളത്തിലേറുന്ന പേടിയുള്ളവനാണു പെണ്ണെ ഞാൻ. പേടമാൻമിഴിയാളെ നീയും ഞാനേ കേറാവൂ എന്നതു കേട്ടവൾ മുനി തന്നെയാ തോണിയിലേറ്റി. സുന്ദരാംഗി കാളിപ്പെണ്ണും തിരിച്ചു തോണി. തയ്യലെ നീ പേടിക്കേണ്ട പൊയ്യല്ലെന്നതറിഞ്ഞാലും പയ്യവേ പറഞ്ഞു തരാം മെയ്യണച്ചാലും. പാലാഴിയിൽ വള്ളി കൊള്ളും പത്മനാഭൻ ഇവളിലായി കാലമവതാരം ചെയ്യാൻ ഭാവിച്ചിടുന്നു. ദിവ്യനാകും ദൈവായനൻ ഭവ്യനായി പിറന്നു. പിന്നെ ദിവ്യരായുള്ളവരാലും പൂജിതനായി. വേദം 4 ഭാഗമാക്കി വ്യസിച്ചതു മൂലമായി വേദവ്യാസൻ എന്ന പേരും പ്രസിദ്ധമായി. അങ്ങിനെയുള്ളൊരു മുനി പുങ്കവനാം വേദവ്യാസൻ മങ്ങാതെ വാരം ധാരാനായി കൈവണങ്ങുന്നേന്ത ചെയ്ത